നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഉത്സവ പ്രേമികൾക്ക് പുതുവർഷ ദിനത്തിൽ ആഹ്ലാദാരവമേളം. തൃശൂർ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾക്ക് വേല വെടിക്കെട്ടിന് അനുമതി നൽകി ഹൈക്കോടതി. കേന്ദ്ര വ്യവസായ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ്. പുതിയ നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന ദേവസ്വങ്ങളുടെ വാദം കോടതി അംഗീകരിച്ചു. തിരുത്തിയത് വെടിക്കെട്ട് നടത്താൻ ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച അനുമതി നിഷേധം. ജനുവരി 3 പാറമേക്കാവിലും 5 തിരുവമ്പാടിയിലും വേല. പുതുവർഷാഘോഷത്തിൽ അഴിഞ്ഞാടിയ അക്രമികൾ. കത്തിയും കടാരയുമായി വിളയാട്ടം. കുത്തിവീഴ്ത്താൻ കൗമാരപ്രായക്കാരും. ഞെട്ടിവിറച്ച ദൈവത്തിന്റെ സ്വന്തം നാട്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് 30കാരനെ നെഞ്ചിൽ കുത്തി മറിച്ചിട്ടത് 14കാരൻ. കൂട്ടുപ്രതി 16കാരനും പോലീസ് കസ്റ്റഡിയിൽ. അക്രമം നടത്തിയത് സ്കൂൾ ബാഗിൽ കത്തിയുമായി നടക്കുന്നവർ. നേരത്തെ സഹപാഠിയെ ഭീഷണിപ്പെടുത്തിയതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കി. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരെന്നും സംശയം. തൃശൂർ പാലിയം റോഡ് സ്വദേശി 30കാരൻ ലിവിനാണ് പുതുവർഷ രാത്രിയിൽ കൊല്ലപ്പെട്ടത്. പുതുവത്സര ദിനത്തിൽ നാട്ടിലാകെ പരിഭ്രാന്തി പരത്തി സംസ്ഥാന പാതയിൽ മിനാലൂർ വളവിൽ വാഹനാപകടം. തൃശൂർ ഷൊർണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ചിറയത്ത് ബസ് ടോറസ് ലോറിയിലേക്ക് ഇടിച്ചുകയറിയ അപകടം. ബസ് ഡ്രൈവർ അടക്കം 8 പേർക്ക് പരിക്ക്. ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വൻ ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉദ്യോഗസ്ഥരും പോലീസ്, ആംബുലൻസ് പ്രവർത്തകരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. സംസ്ഥാന പാതയിൽ ഇരുദിശയിലും മണിക്കൂറുകളോളം വാഹനഗതാഗതം സ്തംഭിച്ചു. വയനാട്ടിൽ ഉരുൾ തകർത്തെറിഞ്ഞവർക്ക് ഉപജീവന ചുറ്റുപാടടക്കം ഉറപ്പാക്കി പുനരധിവാസം. 750 കോടി രൂപ ചിലവഴിച്ച് ദുരിതബാധിതർക്ക് 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. വീട് നിർമ്മാണത്തിന് ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. ടൗൺഷിപ്പിൽ അങ്കണവാടികളും ആശുപത്രികളും. ഇഫ്കോണിന് നിർമ്മാണ മേൽനോട്ടം. ഗുണഭോക്തൃ പട്ടിക ജനുവരി 25 പുറത്തുവിടുമെന്ന് മുഖ്യമന്ത്രി. കാപ്പ കേസിലെ പ്രതിയോട് നവവത്സര ആശംസ പറഞ്ഞില്ല. 22കാരനെ 24 തവണ കുത്തിവീഴ്ത്തി കഞ്ചാവ് കേസിലെ പ്രതി. മുള്ളൂർക്കര ആറ്റൂരിലാണ് നാടിനെ ഞെട്ടിച്ച അതിക്രൂര ആക്രമണം. ക്രിമിനൽ ഷാഫി എന്ന പാപ്പിയാണ് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. തനിക്ക് കുത്തേറ്റുവെന്നാരോപിച്ച് ഷാഫിയും ചികിത്സ തേടി. വീര്യമുള്ള വെള്ളം അകത്താക്കുന്നവർ ചെയ്ത വമ്പൻ പണിയറിഞ്ഞില്ലേ? ക്രിസ്തുമസ് നവവത്സര ആഘോഷവേളയിൽ ഒരു വിഭാഗം കുടിച്ചു തീർത്ത കണക്ക് കേട്ടാൽ ഞെട്ടിത്തരിച്ചു പോകും. 712.96 കോടി രൂപയുടെ മദ്യമാണ് കുടിച്ചു വെറ്റിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 697.05 കോടി മാത്രം. അകമല പട്ടാണിക്കാട്ടിലെ തെരുവുനായി പുനരധിവാസ കേന്ദ്രത്തിന് നേരെ അപവാദ പ്രചരണം എന്നാരോപണം. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ബുഷറ റഷീദിനെതിരെ പോലീസ് വനംവകുപ്പ് അധികൃതർക്ക് പരാതി നൽകി. വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ആനിമൽ ഫോർ അഡ്വക്കസി നിരന്തര ആരോപണങ്ങൾ ഉന്നയിച്ച മാനസിക പീഡനം നടത്തുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. കൗൺസിലർക്കെതിരെ നടപടി വേണമെന്നാവശ്യം. നായ വളർത്തൽ കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം പ്രഖ്യാപിച്ച് കോൺഗ്രസ്. അടച്ചുപൂട്ടുന്നതുവരെ സമരമെന്ന വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ. പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഡോക്ടർ KS മണിലാൽ ഇനി ഓർമ്മ. കാലിക്കറ്റ് സർവകലാശാലയിലെ ബോട്ടണി വകുപ്പ് മുൻ മേധാവിയായിരുന്നു കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. നഷ്ടപ്പെട്ടത് സംസ്ഥാനത്തെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തിയൂസ് മലബാരിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും എത്തിച്ച ഗവേഷകൻ. മുളകുന്നത്തുകാവ് പഞ്ചായത്തിലെ പൂമലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രതിരോധ കുത്തിവയ്പ് കെട്ടിടം. ഈവനിംഗ് OPയും പ്രവർത്തന സജ്ജം. 2 പദ്ധതികളും പഞ്ചായത്ത് പ്രസിഡന്റ് KJ ബൈജു ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനെ ഗാനാരവത്തിൽ നിറച്ച മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MA താര. വടക്കാഞ്ചേരിയുടെ വികസന മുന്നേറ്റ പദ്ധതിയിലേക്ക് പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര റോഡ്. നീണ്ടകാലത്തെ അനിശ്ചിതത്വത്തിന് ശേഷം നവീകരണത്തിന് വഴിയൊരുങ്ങുന്നു. സേവർ ചിറ്റലപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും നടന്നു. വടക്കാഞ്ചേരി റെസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവർ പങ്കെടുത്തു. നവവത്സരാഘോഷത്തിന്റെ ഭാഗമായ ഗാനാലാപനത്തിനിടെ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. തെങ്കര മണ്ണിത്തറയിലാണ് സംഭവം. പുന്നമർവ് സ്വദേശി 72കാരൻ സുകുമാരനാണ് പാടിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണത്. ചൊവ്വാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം.